ലോക ചരിത്രത്തിലും മതപരമായ വിശ്വാസങ്ങളിലും അത്യന്തം പ്രാധാന്യമുള്ള ഒരു നഗരത്തിലേക്കാണ് യാത്ര. ജെറുസലേമിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ തെക്കായിട്ട് വെസ്റ്റ് ബാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ബെത്ലഹേം എന്നുള്ള നഗരം. വർഷങ്ങൾ പഴക്കമുള്ള പാതകൾ, ചെറിയ വാതിലിലൂടെ അകത്ത് കടന്നു കഴിഞ്ഞെന്നാൽ ചുമരുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനകൾ. ഇതൊരു നഗരം മാത്രമല്ല, ഒരു കഥ കൂടിയാണ്. ഈ കാണുന്ന പുരാതനമായിട്ടുള്ള പള്ളി വെറും ഒരു കെട്ടിടമോ പ്രാർത്ഥനാലയമോ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പ്രവർത്തനത്തിലുള്ള പള്ളികളിൽ ഒന്നാണ് ചർച്ച് ഓഫ് ദി നേറ്റിവിറ്റി എന്നറിയപ്പെടുന്നത്. വലിയ വാതിലല്ല ഈ പള്ളിക്കുള്ളത്, താഴ്ന്ന ഒരു ചെറിയ വാതിൽ മാത്രമാണ് ഇതിനുള്ളത്. ഇവിടെ തലകുനിക്കാതെ അകത്ത് കടക്കാൻ സാധിക്കില്ല. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന സന്ദേശവും. വിനയമില്ലാതെ ഈശ്വര സന്നിധിയിലേക്ക് പ്രവേശിക്കാനാകില്ല എന്നതുള്ള വിശ്വാസം. ഈ പള്ളിയുടെ ഉള്ളിലൂടെ താഴേട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഗുഹ കാണാം നമുക്ക്. ഇവിടെയാണ് ഈ ലോകത്തെ മാറ്റിയ ഒരു ശിശു പുല്ലുകൊണ്ട് ഒരുക്കിയ ഒരു തൊട്ടിലിൽ ജനിച്ചതായി വിശ്വസിക്കുന്നത്. നക്ഷത്ര ചിഹ്നമുള്ള വെള്ളിത്തട്ടിൽ കൊത്തിയിരിക്കുന്ന വാക്കുകളാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിയർ ജീസസ് ക്രൈസ്റ്റ് വാസ് ബോൺ ഓഫ് ദി വെർജിൻ മേരി. ഇവിടെ വാക്കുകൾക്കധികം അർത്ഥമില്ല. നിശബ്ദത തന്നെ പ്രാർത്ഥനയാകുന്ന ഒരു സ്ഥലമാണിത്. പള്ളിയുടെ അൾത്താരയുടെ താഴ്ത്തുവശത്തായിട്ട് കാണുന്ന ഈ ചെറിയ ഗുഹയ്ക്കുള്ളിലാണ് ജീസസ് ജനിച്ചതായിട്ട് വിശ്വസിക്കുന്നത്. ഇന്ന് ബെത്ലഹേം ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു നഗരമാണ്. ചെറിയ കുട്ടികളുടെ ചിരി, മണിപ്പള്ളിയുടെ മണിനാദം, ദൂരെ നിന്ന് കേൾക്കുന്ന പ്രാർത്ഥനാ ശബ്ദങ്ങൾ, വേദനകളും പ്രതീക്ഷകളും ഒരുമിച്ച് നിലനിൽക്കുന്ന ഭൂമി. അതാണ് ഇന്നത്തെ ബെത്ലഹേം. ബെത്ലഹേം ഒരു സ്ഥലം മാത്രമല്ല, അതൊരു അവസ്ഥയാണ്. വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുതുജന്മം നൽകുന്ന വിശ്വാസം കൂടിയാണിത്. താങ്ക് യു.